ഇന്നിതാ വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ 11ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ മധുര പച്ചടി, അതായത് മധുരക്കറി. സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു മധുരക്കറി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. പൈനാപ്പിൾ വെച്ചിട്ടും കറുത്ത മുന്തിരി വെച്ചിട്ടൊക്കെ നമ്മൾ ഈ കറി ഉണ്ടാക്കും. ഇപ്പം ഞാൻ ഇന്ന് എന്തായാലും പൈനാപ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഏതാണെങ്കിലും പ്രൊസീജിയർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ 1/2 കിലോ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഏതാണ്ട് പൈനാപ്പിളിനോട് ഒപ്പം മാത്രം വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതായിട്ട് തള വരാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഈ ഒരു വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊരു അരമുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ഒന്നോ രണ്ടോ ഇതള് കരിവേപ്പിൻ്റെ ഇല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ലേശം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ ഒരു രീതിയിൽ അരച്ചെടുത്തതാണ്. അരപ്പ് റെഡി ആകുമ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. പൈനാപ്പിൾ ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, അത്രയും മതി കേട്ടോ. കണ്ടില്ലേ, ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് ഈ പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരപ്പ് മുഴുവനായിട്ടും നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത്, ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടച്ച് വെക്കുന്നു വേണ്ട, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ മതിയാവും. കണ്ടില്ലേ, ഇപ്പോൾ അതാ നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കം മാറി കിട്ടിയിട്ടുണ്ട്. നാളികേരക്കൊന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ തൈര് കട്ടകളൊക്കെ ഒന്ന് വിസ്ക് വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. തൈര് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ് എങ്കിലും കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില പൈനാപ്പിൾ ഉണ്ടാവും പുളിയാണ് കൂടുതലുണ്ടാവും, പുളി രസമാണ് കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർക്കാം. എൻ്റേത് അത്യാവശ്യം മധുരമുള്ളത് തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തൈര് നോക്കി ചേർക്കുക, പുളിക്കനുസരിച്ച് നോക്കി ചേർക്കുക കേട്ടോ. പുളി കൂടണ്ട. അപ്പോൾ അതാ കുറച്ച് തൈര് ഒഴിച്ചതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തൈരിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ പുള്ളിയുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ, ഇത്രയും പുളി തന്നെ മതി, ആവശ്യത്തിന് ഉള്ള പുളി ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പും കൂടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട കേട്ടോ. ചെറുതായിട്ട് 4 പുറത്തുനിന്നും ചൂട് വന്ന് തുടങ്ങിയാൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകും ചൂടായി വരുമ്പോൾ വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതാ ഈ താളിപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമുക്കൊരു 10-15 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ഒരു വറവിൻ്റെ സ്മെല്ല് മുഴുവനായിട്ട് അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് മതി കേട്ടോ, ചോറിന് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാവും. വീണ്ടും വിഷു സദ്യ സീരീസിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നാളെ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.